ഇപ്പോൾ കിട്ടുന്ന വളരെ പ്രധാനപ്പെട്ട വാർത്ത, രാജ്യസഭയിലേക്ക് മുസ്ലിം ലീഗിൽ നിന്ന് ആര് മത്സരിക്കും എന്നതിൽ തിരക്കിട്ട ചർച്ച തുടങ്ങി. സമദാനിയെയും ടി മുഹമ്മദ് ബഷീറിനെയും മത്സരിപ്പിക്കുന്നതിനാണ് ആലോചന. നാളെ പാണക്കാട്ട് ചേരുന്ന യോഗത്തിൽ തീരുമാനമുണ്ടാകും. സിറ്റിംഗ് എംപിക്ക് പകരം പൊന്നാനിയിൽ യുവ പരീക്ഷണത്തിനും ലീഗിൽ ആലോചനയുണ്ട്. യൂത്ത് ലീഗ് ദേശീയ സെക്രട്ടറി അഡ്വക്കേറ്റ് ഫൈസൽ ബാബുവിനെയാണ് പൊന്നാനിയിൽ പരിഗണിക്കുന്നത്. അഷ്കർ അലി നൽകും വിവരങ്ങൾ. അഷ്കർ അലി, ഫോർമുലകൾ മാറ്റിമറിച്ചുള്ള ഒരു ആലോചനയിലേക്ക് ലീഗ് നേതൃത്വം എത്തുന്നു എന്നാണോ കരുതേണ്ടത്? എന്തൊക്കെയാണ് സാധ്യതകൾ? സുജയ, മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നാളെ ഉണ്ടാകുമെന്നാണ് ലീഗ് കേന്ദ്രങ്ങൾ വ്യക്തമാക്കുന്നത്. മുസ്ലിം ലീഗിന്റെ ഏറ്റവും നിർണായകമായ യോഗം നാളെ പാണക്കാട് സാദിഖ് അലി ശിഹാബങ്ങളുടെ വസതിയിൽ യോഗം ചേരാനിരിക്കുകയുമാണ്. ഇതിന് തൊട്ടു മുന്നാടിയായാണ് ഇപ്പോൾ ലീഗിന്റെ കേന്ദ്രങ്ങളിൽ തിരക്കിട്ട ചർച്ച നടക്കുന്നത്. അത് പ്രത്യേകിച്ച് ഇന്നത്തെ ഉഭയകക്ഷി ധാരണ പ്രകാരം മുസ്ലിം ലീഗിന് ഒരു അധിക രാജ്യസഭാ സീറ്റ് കൂടി ലഭിച്ചിരിക്കുന്നു. ഈ രാജ്യസഭയിലേക്ക് ആര് എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ ലീഗിലെ ഏറ്റവും പ്രധാനപ്പെട്ട സജീവമായ ചർച്ച. അത് രണ്ട് പേരിലേക്കാണ് ഇപ്പോൾ പ്രധാനമായും ആ ചർച്ച കേന്ദ്രീകരിക്കുന്നതും. ഒന്നും നിലവിലെ മുസ്ലിം ലീഗിന്റെ മലപ്പുറത്തെ പൊന്നാനിയിലെയും സിറ്റിംഗ് എംപിമാരായ ലീഗിന്റെ തന്നെ മുതിർന്ന നേതാക്കളായ ടി മുഹമ്മദ് ബഷീറിനെയും MP അബ്ദുൾ സമദ് സമദാനിയുമാണ് ഇതിലേക്ക് ഇപ്പോൾ പരിഗണിക്കുന്നത്. രണ്ടുപേരുടെയും താല്പര്യങ്ങൾ ഇപ്പോൾ നേതൃത്വം ആരായുകയും ചെയ്യുന്നുണ്ട്. അതിൽ അബ്ദുൾ സമദ് സമദാനി നേരത്തെയും രാജ്യസഭാംഗമായി പ്രവൃത്തി പരിചയമുള്ള ഒരാളാണ്. അതുപോലെ തന്നെ ടി മുഹമ്മദ് ബഷീർ ആണെങ്കിലും മുസ്ലിം ലീഗിലെ തന്നെ ഏറ്റവും മികച്ച പാർലമെന്റേറിയൻ ഒരാളാണ്. അങ്ങനെയാണെങ്കിൽ ഈ രണ്ടുപേരിൽ ഒരാളെ തന്നെ ഇത്തരത്തിൽ പരിഗണിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നടക്കുന്ന ചർച്ച. അങ്ങനെ രണ്ടിൽ ഒരാൾ പോവുകയാണെങ്കിൽ നിലവിലെ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി ചർച്ചകൾക്കും വലിയ തോതിൽ മാറ്റം വരും. കാരണം പൊന്നാനിൽ ആര്, ഇല്ലെങ്കിൽ സ്വാഭാവികമായി ടിയും സമദാനം രണ്ടിൽ ആര് പോവുകയാണെങ്കിലും, ആര് രാജ്യസഭയിലേക്ക് പരിഗണിക്കപ്പെടുകയാണെങ്കിലും രണ്ടാമത്തെ ആൾ മലപ്പുറത്ത് മത്സരിക്കുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. സ്വാഭാവികമായും പൊന്നാനിയിലേക്ക് മുസ്ലിം ലീഗിന്റെ ഒരു യുവ സ്ഥാനാർത്ഥിയെ പ്രതീക്ഷിക്കാമെന്നാണ് ഇപ്പോൾ ലീഗ് കേന്ദ്രങ്ങൾ വ്യക്തമാക്കുന്നത്. മുസ്ലിം ലീഗിന്റെ ദേശീയ സെക്രട്ടറി ആയിട്ടുള്ള യൂത്ത് ലീഗിന്റെ ദേശീയ സെക്രട്ടറി ആയിട്ടുള്ള അഡ്വക്കേറ്റ് ഫൈസൽ ബാബു, യൂത്ത് ലീഗ് സംസ്ഥാന സെക്രട്ടറി PK ഫിറോസ്, മുസ്ലിം ലീഗിന്റെ നേതാക്കളിൽ ഒരാളും മണ്ണാർക്കാട് MLA N ഷംസുദ്ദീൻ എന്നിവരുടെ പേരുകളാണ് ലീഗ് കേന്ദ്രങ്ങൾ പരിഗണിക്കുന്നത്. പക്ഷേ ഏറ്റവും പ്രധാനമായി മുൻഗണന ലഭിക്കുന്നത് അഡ്വക്കേറ്റ് ഫൈസൽ ബാബുവിന് തന്നെയാണ്. PK ഫിറോസിന്റെ മത്സരരംഗത്ത് അത് ലോക്സഭയിലേക്ക് മത്സരിക്കാൻ താല്പര്യമില്ലാത്തതും N ഷംസുദ്ദീന് മണ്ണാർക്കാട് MLA ആയതുകൊണ്ടും അവിടെ രാജിവെക്കേണ്ടി വന്നാലുള്ള റീ ഇലക്ഷൻ സാധ്യതകൾ, ഉപതെരഞ്ഞെടുപ്പ് സാധ്യതകളുമൊക്കെയാണ് അദ്ദേഹത്തെ മാറ്റി നിർത്തുന്നത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഫൈസൽ ബാബുവിന്റെ പേരാണ് ഇപ്പോൾ പൊന്നാനിയിലേക്ക് ഉയർന്നു കേൾക്കുന്നതും. ഇത് പക്ഷേ അന്തിമമായ ഒരു തീരുമാനത്തിലേക്ക് ചിത്രം എത്തിയിട്ടില്ല. നാളെ ചേരുന്ന മുസ്ലിം ലീഗിന്റെ സംസ്ഥാന നേതൃസമിതി യോഗത്തിലാണ് ഈ രാജ്യസഭാ വിഷയത്തിൽ കൂടി അന്തിമ തീരുമാനം ഫൈസൽ ബാബുവിന് എതിരായി വരുന്നത് ലീഗ് വിട്ടിറങ്ങിയ ആളാണ് ഇടതുപക്ഷത്തു നിന്ന്. അതുകൊണ്ട് തന്നെ അഡ്വക്കേറ്റ് ഫൈസൽ ബാബു എന്ന പേരിലേക്ക് എത്തുന്നതിന് പിന്നിൽ കാണുന്ന സാധ്യതകൾ എന്തൊക്കെയാണ്? എത്രത്തോളം മണ്ഡലത്തിൽ കൂടുതൽ വോട്ടുകൾ സമാഹരിക്കാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥിയാണ്? മുസ്ലിം ലീഗിലെ പല പ്രമുഖ നേതാക്കളുമായും അടുത്ത ബന്ധം പുലർത്തുന്ന യൂത്ത് ലീഗ് നേതാവ് കൂടിയാണ് അഡ്വക്കേറ്റ് ഫൈസൽ ബാബു. മാത്രമല്ല, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരൂർ മണ്ഡലത്തിലേക്ക്, നിലവിലെ പൊന്നാനി മണ്ഡലത്തിൽ ഉൾക്കൊള്ളുന്ന തിരൂർ മണ്ഡലത്തിലേക്ക് അവസാന നിമിഷം വരെ പരിഗണിക്കപ്പെടുകയും പിന്നീട് മാറ്റി നിർത്തപ്പെടുകയും ചെയ്ത ഒരാളാണ് ഫൈസൽ ബാബു. അത് നിലവിലെ തിരൂർ MLA ആയിട്ടുള്ള കുർക്കോളി മൊയ്തീന് വേണ്ടി അദ്ദേഹത്തിനെ മാറ്റി നിർത്തുകയായിരുന്നു. പിന്നീട് ഒരു അവസരത്തിൽ അദ്ദേഹത്തെ പരിഗണിക്കാമെന്ന് പാർട്ടി ഫൈസൽ ബാബുവിന് ഉറപ്പ് നൽകുകയും ചെയ്ത ഒരു സാഹചര്യം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ 2021 ഉണ്ടായിരുന്നു. സ്വാഭാവികമായും വീണ്ടും പൊന്നാനിയിലേക്ക് ഒരു ലോക്സഭാ സ്ഥാനാർത്ഥി, പ്രത്യേകിച്ച് കഴിഞ്ഞ കുറേ കാലങ്ങളായി യൂത്ത് ലീഗിന്റെ ദേശീയ തലത്തിലുള്ള പ്രവർത്തനങ്ങൾ, ലീഗിന്റെ തന്നെ ദേശീയ തലത്തിലുള്ള പാർട്ടി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിൽ പ്രധാന ഒരു കണ്ണിയായി ഫൈസൽ ബാബു പ്രവർത്തിക്കുന്നുണ്ട്. മാത്രമല്ല, പൊന്നാനി മണ്ഡലത്തിന്റെ അകത്തു നിന്നുള്ള ആളാണ് എന്നുള്ളതും ഫൈസൽ ബാബുവിന് ഒരു പരോക്ഷ ഗുണമായി നിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഇത്തരത്തിലുള്ള സാധ്യതകൾ വെച്ചുകൊണ്ടാണ് ഇപ്പോൾ ഫൈസൽ ബാബുവിനെ പൊന്നാനിയിൽ പരിഗണിക്കുന്നത്. പക്ഷേ നിലവിലെ രാജ്യസഭാ സീറ്റ് എന്നുള്ള വിഷയത്തിലേക്ക് സമദാനിയോ ഇല്ലെങ്കിൽ ടി മുഹമ്മദ് ബഷീർ വഴങ്ങിയാൽ മാത്രമേ അത്തരമൊരു സാധ്യത ഉണ്ടാവുള്ളൂ. പക്ഷേ അവർ രണ്ടിൽ ഒരാളെ ഈ രാജ്യസഭയിലേക്ക് അയക്കണമെന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ ലീഗിൽ സജീവ ചർച്ച നടക്കുന്നുണ്ട് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നാളെ എന്തായാലും ഇന്ന് വൈകുന്നേരത്തോടുകൂടി തന്നെ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് മടങ്ങിയെത്തും. അതിനുശേഷം ലീഗിന്റെ നേതാക്കൾ അനൗദ്യോഗിക ചർച്ചകൾ ഇന്ന് തന്നെ അതിൽ നടത്തുകയും ചെയ്യും. ശേഷം നാളെ 10 മണിക്ക് പാണക്കാട് വെച്ച് മുസ്ലിം ലീഗിന്റെ നിർണായകമായ നേതൃസമിതി യോഗം ചേരുന്നുണ്ട്. ഈ യോഗത്തിൽ വെച്ചാണ് ഒരു സീറ്റ് യൂത്ത് ലീഗിനെന്ന് ഉറപ്പിക്കുന്നതിലൂടെ ലീഗ് കൊടുക്കുന്ന താഴെത്തട്ടിലേക്കുള്ള ഒരു സന്ദേശം വളരെ വ്യക്തമല്ലേ?
സുജ, നേരത്തെ തന്നെ ഇത്തരത്തിലൊരു തലമുറ മാറ്റം എന്നുള്ള ആവശ്യത്തിൽ മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള സാദിഖ് അലി ശിഹാബ് തങ്ങളാണ് കടുത്ത നിലപാട് സ്വീകരിച്ചിരുന്നത്. നിശ്ചിത അളവിലധികം തവണ മത്സരിക്കുന്ന അംഗങ്ങളെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിന്നും മാറ്റി നിർത്തുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് ചില നേതാക്കൾക്ക് ഒഴിച്ചു നിർത്തിയാൽ മറ്റുള്ളവരെ മാറ്റി നിർത്തുന്നതിലടക്കം കടുത്ത തീരുമാനങ്ങൾ സാദിഖ് അലി ശിഹാബ് തങ്ങൾ എടുത്തിരുന്നു. അത്തരത്തിലൊരു തലമുറ മാറ്റം വേണമെന്ന് ശക്തമായി പാർട്ടിക്കകത്ത് വാദിക്കുന്ന ആൾ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ തന്നെയാണ്. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കാര്യത്തിൽ വരുമ്പോൾ പലപ്പോഴും മുസ്ലിം ലീഗ് നേതൃത്വം പ്രതിസന്ധിയിലേക്ക് എത്തുന്നു. കാരണം 2 സീറ്റിൽ മാത്രം മത്സരിക്കാൻ അവസരം ലഭിക്കുക, സീനിയർ ആയിട്ടുള്ള സമദാനിയെ പോലെ ഈറ്റിയെ പോലുള്ള സീനിയർ ആയിട്ടുള്ള പാർട്ടി അംഗങ്ങളെ മാറ്റി നിർത്തുക എന്നുള്ളത് അസാധ്യമാവുക. ഇത്തരമൊരു പ്രശ്നത്തിന്റെ സാഹചര്യത്തിലാണ് ഈ സിറ്റിംഗ് എംപിമാർ തന്നെ വീണ്ടും മത്സരിക്കുന്ന ഒരു സാഹചര്യം ലീഗിനകത്ത് തുടരുന്നത്. പക്ഷേ സ്വാഭാവികമായി മൂന്നാമതൊരു സീറ്റ് കൂടി ഇത്തവണ മുസ്ലിം ലീഗിന് ലഭിക്കുന്നു. അത് രാജ്യസഭാ സീറ്റാണെങ്കിൽ പോലും അത്തരമൊരു 3ാം സീറ്റ് ലീഗിന് ലഭിക്കുന്നു. അങ്ങനെ ലഭിക്കുമ്പോൾ നിലവിലുള്ള 2 സിറ്റിംഗ് എംപിമാരിൽ നിന്നും അല്ലെങ്കിൽ സീനിയർ നേതാക്കന്മാരിൽ നിന്നും ഒരാൾ രാജ്യസഭയിലേക്ക് പോകാൻ തയ്യാറാവുകയാണെങ്കിൽ, അവർ അതിന് വഴങ്ങുകയാണെങ്കിൽ ഇന്ന് ഒരു മണ്ഡലത്തിലേക്കെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു മണ്ഡലത്തിലേക്കെങ്കിലും യുവ നേതാവിനെ മത്സരിപ്പിക്കാൻ ലീഗ് നേതൃത്വത്തിനാവും. അങ്ങനെ മത്സരിപ്പിക്കുകയാണെങ്കിൽ തലമുറ മാറ്റം എന്നുള്ള കാര്യം നടക്കാത്തതിൽ ലീഗിലുള്ള ഏറ്റവും വലിയൊരു അസംതൃപ്തി അത് പരിഹരിക്കുന്നതിലേക്കും ലീഗ് നേതാക്കൾക്ക് കാര്യങ്ങൾ എത്തിക്കാനും സാധിക്കും.